ഹായ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഷജീസ് വ്ളോഗ്സ്. എല്ലാവർക്കും ഷജീസ് വ്ളോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മുടെ ഡേ 18 ആണല്ലേ. നമ്മൾ ഏകദേശം ചലഞ്ച് എൻഡിങ്ങിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡേ 18 ആയിട്ടുണ്ട് ഇന്ന്. 1 മുതൽക്ക് 17 വരെയുള്ള പ്രാക്ടീസുകളും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. ഓരോ ആക്ടിവിറ്റീസും ഗ്രാറ്റിറ്റ്യൂഡിന്റെ പവറിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. മാജിക്കൽ പവർ നമ്മുടെ ആക്ടിവിറ്റീസിന്റെ മാജിക്കൽ ഗ്രാറ്റിറ്റ്യൂഡിന്റെ മാജിക്കൽ പവറിനെ കുറിച്ചാണ് ഓരോ ആക്ടിവിറ്റീസിലും ഉള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് അത്രയും നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് ഇപ്പം മനസ്സിലായി കാണുമല്ലോ. കാരണം അതിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ. അപ്പൊ ഇന്ന് നമുക്ക് നമ്മുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് മാജിക്കൽ ടു ഡു ലിസ്റ്റ് ആണ്. ഓക്കെ, മാജിക്കൽ ടു ഡു ലിസ്റ്റ് ആണ് നമ്മുടെ ഇന്നത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും ഈ ഗ്രാറ്റിറ്റ്യൂഡിനെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് നമ്മുടെ ഓരോ മൊമെന്റിലും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാക്കി നമ്മൾ മാറ്റുക. നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡിനെ നന്ദി പറയുന്നത് ഒരു ശീലമാക്കുക. ഓരോ മൊമെന്റിലും ഓരോ കാര്യങ്ങൾക്കും നമ്മുടെ എടുത്തെടുത്ത് നമ്മൾ നന്ദി പറയുക. നമ്മൾ എത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നുവോ അത്രത്തോളം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. നമ്മുടെ അനുഗ്രഹങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. മിറാക്കിൾസ് ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ഇന്നത്തെ ആക്ടിവിറ്റിയിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ചെറിയ പ്രശ്നങ്ങളുണ്ടല്ലോ, നമ്മുടെ ഡെയിലി ജീവിതത്തിലുള്ള ദൈനംദിന ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ഫാൻ വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നില്ല. ഇനി അങ്ങനെ ചെറിയ എന്തെങ്കിലും സിങ്കിലെ വെള്ളം ലീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറഞ്ഞാൽ ബാത്റൂമിൽ ഒരു ബ്ലോക്ക് വന്നു, വെള്ളം പോകുന്നില്ല. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഹസ്ബൻഡും വൈഫും തമ്മിൽ വഴക്കാണ്, അല്ലെങ്കിൽ എന്താ പറയാനാ കുട്ടികളും അപ്പനുമായിട്ട് ശരിയാവുന്നില്ല, അമ്മയുമായിട്ട് വഴക്കാണ്, കുട്ടികൾ എപ്പോഴും ഇറിറ്റേറ്റഡ് ആവുന്നു, ഒരു സ്നേഹപൂർണമായ ഒരു അന്തരീക്ഷമില്ല. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതെല്ലാം നമ്മളിങ്ങനെ ടു ഡു ലിസ്റ്റ് എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് ഈ ഓരോ കാര്യങ്ങളും നമ്മൾ നടന്നു കഴിഞ്ഞതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. ഈ വിഷ്വലൈസേഷന് ഭയങ്കര പവർ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ വിഷ്വലൈസ് ചെയ്യുന്നതിലൂടെ നമ്മൾ ആ കാര്യങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ആക്ച്വലി. ഇപ്പൊ നമ്മുടെ ഫാന് വർക്ക് ചെയ്യുന്നില്ല, അപ്പൊ നമുക്ക് ഒരു ഇലക്ട്രീഷ്യനെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്, നമുക്ക് ഇലക്ട്രീഷ്യനെ ഒന്നും കിട്ടുന്നില്ല, നമ്മൾ ആകെ വിഷമിച്ചിരിക്കുകയാണ്. നമ്മൾ അങ്ങനെ ഇരിക്കാൻ പാടില്ല. നമ്മൾ അങ്ങനെ വിഷമിച്ചിരിക്കും തോറും അത് തന്നെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. മീൻസ് അങ്ങനെ തന്നെ നമുക്ക് ആ ഒരു ഫ്രീക്വൻസിയിലുള്ള തോട്ടാണ് നമുക്ക് ചുറ്റും പോകുന്നത്. അപ്പം ആ നെഗറ്റീവ് തോട്ടേ നമ്മളിലേക്ക് വരുള്ളൂ, അതേ സംഭവിക്കുള്ളൂ. അപ്പം അന്നേരം എന്ത് ചെയ്യണം? നമ്മൾ സ്വസ്ഥമായിട്ടൊരു സ്ഥലത്തിരുന്നിട്ട് വിഷ്വലൈസ് ചെയ്യുക. നമുക്കൊരു ഇലക്ട്രീഷ്യനെ കിട്ടി, ആ ഇലക്ട്രീഷ്യൻ വന്നു, നമ്മുടെ ഫാന് ശരിയാക്കി, ഇപ്പൊ നന്നായിട്ട് ഫാൻ കറങ്ങുന്നുണ്ട്, നല്ല കാറ്റ് ലഭിക്കുന്നുണ്ട്. അതിന് നമ്മൾ എന്നിട്ട് താങ്ക് യു പറയുക ഇൻ അഡ്വാൻസ് ആയിട്ട്. നമുക്ക് എന്തൊക്കെയാണോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ വിഷ്വലൈസ് ചെയ്ത് അത് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് നല്ലതായിട്ട് വിശ്വസിക്കും. അന്നേരം നമ്മൾക്ക് ചെറിയ ചെറിയ വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് ഇട്ടുകൊടുക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പം ഇന്നത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ എഴുതി വെച്ചിട്ട് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. ഇപ്പൊ ഹസ്ബൻഡ് ഭയങ്കര വഴക്കാണ്, കെയർ ചെയ്യുന്നില്ല, ഒന്നും ശരിക്കും ശ്രദ്ധിക്കുന്നില്ല, കുട്ടികളോടൊക്കെ ഭയങ്കര ദേഷ്യമാണ്. അപ്പം നമ്മൾ നേരെ പോയിട്ട് വിഷ്വലൈസ് ചെയ്യുക, ഹസ്ബൻഡിന് നമ്മളോട് നല്ല സ്നേഹമാണ്, കുട്ടികളോടൊക്കെ നല്ല ഹാപ്പി ആയിട്ട് പെരുമാറുന്നു, നമ്മൾ ഔട്ടിങ്ങിന് പോകുന്നു, നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നു, വീട്ടിൽ ഭയങ്കര സന്തോഷമാണ്, നല്ല സമാധാനത്തോടു കൂടി ജീവിക്കുന്നു, എല്ലാവരും ഫുൾ ടൈം ഹാപ്പിയാണ്. അങ്ങനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പം അതിനുള്ള കാര്യങ്ങൾ പടച്ചവൻ കൊണ്ടുതരും. അതിനുള്ള കാര്യങ്ങൾ യൂണിവേഴ്സ് നമ്മളിലേക്ക് ഇട്ട് തരും. പിന്നെ തൊട്ടിട്ട് ആ വീട് മൊത്തം സ്വർഗ്ഗമായിരിക്കും. അവിടെ സന്തോഷം മാത്രമേ കാണുള്ളൂ. നമ്മൾ അത് വിഷ്വലൈസ് ചെയ്യുക അഡ്വാൻസ് ആയിട്ട്. മനസ്സിലായോ? എന്നിട്ട് നമ്മൾ അതിന് നന്ദി പറയുക. അതാണ് നമ്മുടെ ഇന്നത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇതിൽ രസകരമായ ഒരു സ്റ്റോറി ഉണ്ട്. നമ്മുടെ റോണ്ട ബേണിന്റെ മകൾക്ക് ഒരു വാലറ്റ് കളഞ്ഞുപോയി, ഒരു പേഴ്സ് കളഞ്ഞുപോയി. അതിനകത്ത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റും കാർഡ്സും ഒക്കെ ഉണ്ടായിരുന്നു.
പക്ഷേ അതിനകത്ത് ഒരു അഡ്രസ്സോ ഫോൺ നമ്പറോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പം ഈ റോണ്ട ബേണിന്റെ മകളുടെ ഈ പേഴ്സ് കളഞ്ഞുപോയ സമയത്ത് പുള്ളിക്കാരി ആകെ എന്താ പറയാനാ ഡൗൺ ആയില്ല സത്യം പറഞ്ഞാല്. ഡൗൺ ആയില്ല. പക്ഷെ അത് കിട്ടിയെങ്കിലെന്ന് ആഗ്രഹിച്ചു. അതെല്ലാവരും ആഗ്രഹിക്കുന്നതല്ലേ. എന്നിട്ട് ഈ മകൾ കണ്ടിന്യൂസ്ലി ഫ്രീക്വന്റ് ആയിട്ട് വിഷ്വലൈസ് ചെയ്തു ഈ പേഴ്സ് തിരിച്ചു കിട്ടുന്നതായിട്ടും. പക്ഷെ അതിനകത്ത് ഒരു എവിഡൻസും ഉണ്ടായിരുന്നില്ല ഇവളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയത്. എന്നിട്ടും പുള്ളിക്കാരി പോയിരുന്നിട്ട് വിഷ്വലൈസ് ചെയ്തു ഈ പേഴ്സ് കിട്ടുന്നതായിട്ടും അതിനകത്തുള്ള ക്രെഡിറ്റ് കാർഡ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കൊണ്ടുപോയി ഷോപ്പിംഗ് ചെയ്യുന്നതായിട്ടും ഒക്കെ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തു. അങ്ങനെ ഇരിക്കവേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരാള് വിളിക്കുന്നു. വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ വാലറ്റ് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ പേഴ്സുമായിട്ട് വരുവാണ്. അപ്പോഴത്തേനും ഈ പുള്ളിക്കാരിക്ക് ഭയങ്കര അതിശയമായി. എങ്ങനെയാ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയത്? കാരണം അതിനകത്ത് ഒരു എവിഡൻസും ഉണ്ടായിരുന്നില്ല. അന്നേരം ആ ആള് പറഞ്ഞു എനിക്കിത് കളഞ്ഞു കിട്ടിയ പേഴ്സാണ്. ഞാൻ നോക്കുമ്പോൾ ഇതിനകത്ത് ഒരു കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയ ഒരു നമ്പറോ ഒന്നും തന്നെ ഉണ്ടായില്ല. അപ്പൊ ഞാൻ നോക്കുമ്പോഴത്തേനും അതിനകത്ത് നിങ്ങളുടെ പേരുള്ള ഒരു പേപ്പർ കണ്ടു. പിന്നെ അതുപോലെ നിങ്ങളുടെ കാർഡും കണ്ടു. അപ്പൊ ഞാൻ ആ പേപ്പറും കാർഡും ഒക്കെ ആയിട്ട് നോക്കിയിട്ട് ടെലിഫോൺ ഡയറക്ടറി എടുത്ത് അത് കണ്ടുപിടിച്ചു. ആ നമ്പറിൽ നിന്നാണ് വിളിച്ചത്. അപ്പോൾ ഈ പെൺകുട്ടിക്ക് വളരെ അതിശയമായി. കാരണം പെൺകുട്ടിക്ക് വാലറ്റ് കിട്ടി. പെൺകുട്ടി ഹാപ്പിയായി. അവൾ അത് കൊണ്ടുപോയിട്ട് അവൾ വിഷ്വലൈസ് ചെയ്തതുപോലെ തന്നെ ആ കാർഡുമായിട്ട് പോയി പർച്ചേസ് ചെയ്തു. തിരിച്ചു വന്നു. പക്ഷെ ഇപ്പോഴും അതൊരു എന്താ പറയാനാ, കാരണം ഈ പെൺകുട്ടിയുടെ നമ്പർ ഒന്നും ടെലിഫോൺ ഡയറക്ടറിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എങ്ങനെയാണ് ഈ ആൾക്ക് ഈ നമ്പർ കിട്ടിയതെന്ന് ഒരു എന്താ പറയാനാ ഒരു പിടിയും കിട്ടുന്നില്ല ഇപ്പോഴും. അപ്പോൾ ശരിക്കും പറഞ്ഞാല് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നതിന് ഭയങ്കരമായിട്ടുള്ള പവർ ഉണ്ട്. നിങ്ങൾക്ക് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഫ്രീക്വന്റ്ലി വിഷ്വലൈസ് ചെയ്തുകൊണ്ടേയിരിക്കൂ. നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തും. അത് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ് കേട്ടോ. അത് എങ്ങനെയാണ് എന്താണ് എന്നൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട. ഹൗ എന്നുള്ള പാട്ട് പ്രപഞ്ചശക്തിക്ക് തന്നെ വിട്ടുകൊടുത്തേക്ക്. ഓക്കെ. അപ്പൊ ഇന്നത്തെ ആക്ടിവിറ്റി ഇതാണ്. എല്ലാവരും ചെയ്തു നോക്കുക. എല്ലാവരും ചെയ്തു കഴിഞ്ഞ് കമന്റ് ബോക്സിലേക്ക് നിങ്ങൾ കമന്റുകൾ അയക്കുക. ഓക്കെ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യവും സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് ക്ലാസ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു വൺസ് അഗെയിൻ. ബൈ.